ജമ്മു കാശ്മീരിലെ കട്രയിൽ നിന്നുള്ള പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഹരിയാനയിലെ അംബാലയിലേക്ക് ഒരു യാത്ര പോവാണ്. അപ്പം ഇന്നലെ ഞാൻ കട്രയിൽ താമസിച്ച ആ ഒരു റൂമാണിത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാനിപ്പോൾ വെക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി റൂം തന്നെയാണിത്. 500 രൂപയ്ക്ക് കിട്ടിയൊരു റൂമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കർട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ പുറത്തോട്ടൊക്കെയുള്ള കാഴ്ച കാണാം. അവിടെ ദൂരമായിട്ട് മലനിരകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ തന്നെ കട്ര റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകാം. ഈ റൂമുള്ളത് മെയിൻ ബസാർ മാർക്കറ്റ് അതിൻ്റെ അകത്താണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ബസാർ കട്ര അതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മുറികളും കിട്ടും. ഇഷ്ടംപോലെ ഉണ്ട്. പ്രൈസും ഇഷ്ടംപോലെ നിങ്ങളനുസരിച്ചുള്ള പ്രൈസിലുള്ള റൂമും കിട്ടും. ഓക്കെ, അപ്പോൾ എന്നോട് ഈ റൂം ആദ്യം പറഞ്ഞത് 1300 രൂപക്കാണ്. പിന്നെ ഞാനത് പറഞ്ഞ് 500ലേക്ക് എത്തിച്ചു തന്നു. അപ്പം നിങ്ങളെ വിളിക്കനുസരിച്ച് നിങ്ങൾക്ക് നല്ല നല്ല റൂമും കിട്ടും. അപ്പോൾ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകാം. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. കുറച്ചേ ഉള്ളൂ, ഒരു 10 to 15 മിനിറ്റ് നടന്നാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ സ്റ്റേഷനിൽ പോകാം. അപ്പോൾ ഇതുപോലത്തെ ചെറിയൊരു വഴിയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ളൊരു വഴി. ഇവിടുന്ന് 1 കിലോമീറ്ററിൻ്റെ അടുത്ത് മാത്രമേ ദൂരമേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷൻ. നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. നടന്നിട്ട് പോകാം നമുക്ക് ഇതുവഴി തന്നെ. പിന്നെ മൊത്തം ഹെലികോപ്റ്ററിൻ്റെ ശബ്ദമൊക്കെ ആയിക്കാട്ടാ ഇവിടെ. ഇവിടെ മൊത്തം ഇതുപോലത്തെ പശുക്കളാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോകുമ്പോൾ അടിപൊളി ഒരു കാഴ്ച. കട്ര വൈഷ്ണുദേവി ക്ഷേത്രമാണ് ഈ കാണുന്നത്. അതിൽ നടന്നിട്ട് പോകാനുള്ള വഴികളാണ് കാണുന്നത്. ട്രക്ക് ചെയ്ത് പോകാനുള്ള വഴികളൊക്കെയാണ് കാണുന്നത്. ഇന്നലെ രാത്രിക്ക് അവിടെയൊക്കെ നല്ല ലൈറ്റിംഗ് ആയിരുന്നു. രാത്രി കാണാൻ നല്ല അടിപൊളിയാണ്. ഈ വഴി നേരെ പോകുന്നത് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഇതുവഴി നേരെ നടന്നാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഈ കട്രയിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ, ഒന്ന് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടകളാണ്. ഇഷ്ടംപോലെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്വീറ്റ്സും ഡ്രൈ ഫ്രൂട്ടും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടുത്തെ യാത്രാ സിമ്മ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ സിമ്മ് നമുക്ക് കുറച്ച് വില കുറവിൽ തന്നെ കിട്ടും. നമുക്ക് ശ്രീനഗറിൽ പോലെ ശ്രീനഗറിൽ സിമ്മിൻ്റെ അവൈലബിലിറ്റി ഇവിടേക്ക് വളരെയധികം കുറവാണ്. കുറച്ച് കുറവായതുകൊണ്ട് നല്ല കത്തി വിലയെന്നാണ് സിമ്മിന് അവർ പറയുന്നത്. പക്ഷേ ഒരു പട്ടിക്കുട്ടിയൊക്കെ ഉണ്ട് പറഞ്ഞത് ശ്രീനഗറിൽ സിമ്മിന് നല്ല കത്തി വിലയാണ്. പക്ഷേ ഇവിടെ അത്ര വിലയില്ല. കാരണം ഇവിടെ മൂലയിൽ യാത്രാ സിമ്മ് കിട്ടും. അതുകൊണ്ട് പോസ്റ്റ് പെയ്ഡ് സിം നമുക്ക് ചെറിയ വിലക്കാണ് ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും. അപ്പോൾ കാശ്മീരിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ ആദ്യം കട്രയിൽ വന്ന് സിം എടുത്ത് പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ശ്രീനഗറിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു വിലയാണ് സിമ്മിനൊക്കെ. നല്ല നല്ല കത്തി വില തന്നെ പറയാം. കാരണം അവിടെ നമുക്ക് വാങ്ങാതിരിക്കാനുള്ള വേറെ ഓപ്ഷനും ഇല്ല നമുക്ക് സിം വർക്കാണെങ്കിൽ. ഇതാണ് ശ്രീമാതാ വൈഷ്ണുദേവി കട്ര റെയിൽവേ സ്റ്റേഷൻ. മുന്നിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ഞാൻ കട്ര റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഞാനിവിടുന്ന് ഹരിയാനയിലെ അംബാലയിലേക്ക് പോകുന്ന വണ്ടി ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിൻ നമ്പർ 12474 ജമ്മു കാശ്മീരിലെ കട്രയിൽ നിന്നെടുത്ത് ഗുജറാത്തിലെ ഗാന്ധിധാം വരെ പോകുന്ന സർവോദയ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഞാൻ അംബാല വരെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളായിരിക്കും വരുന്നത്. കട്ര റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ചും കൂടി മുമ്പ് എന്നുള്ള വ്യൂ ആണ്. ശ്രീ മാതാ വൈഷ്ണുദേവി കട്ര. ഇതാണ് കട്ര റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് നേരെ തന്നെ അകത്തോട്ട് പോവാം. പിന്നെ കട്ര റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് ഇരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഏതോ വണ്ടി വന്നു കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുവഴിയാണ് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോകേണ്ടത്. സ്റ്റേഷൻ ബിൽഡിങ്ങും പ്ലാറ്റ്ഫോമും കുറച്ച് മാറിയാണുള്ളത്. റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമുകളൊക്കെയാണ് കാണുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ മീറ്റ് ചെയ്യാനുള്ളത്. ഇവിടുന്ന് കാണുന്നുള്ള ഒരു വ്യൂ നോക്കിയാൽ എന്ത് രസമാണല്ലോ കാണാൻ. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ നല്ല സെക്യൂരിറ്റിയും ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കയറി വരുമ്പോൾ തന്നെ. ശ്രീ മാതാ വൈഷ്ണുദേവി കട്ര റെയിൽവേ സ്റ്റേഷൻ വലിയൊരു നെയിം ബോർഡ് ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഉള്ളത് പ്ലാറ്റ്ഫോം നമ്പർ 5 ഇത് പ്ലാറ്റ്ഫോം നമ്പർ 4. ഇവിടെ മൊത്തത്തിൽ 5 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ന്യൂഡൽഹി കട്ര ശ്രീശക്തി AC സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൻ്റെ റേക്ക് അവർ നടുക്ക് ഒരു പിറ്റ് ലൈനിൽ ഇട്ടിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യൻ റെയിൽവേയുടെ നോർത്ത് എൻഡാണ് ഇവിടെ കാണുന്നത്. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഇവിടുന്ന് ബനിഹാളിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ സർവീസ് വരും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ നോർത്ത് എൻഡ് പിന്നെ ബഡ്ഗാം റെയിൽവേ സ്റ്റേഷനായിട്ട് മാറും. ഇവിടുന്ന് ബനിഹാളിലേക്ക് കണക്ഷൻ വരുമ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ നോർത്ത് എൻഡ് നിലവിലിതാണ് കേട്ടോ.
പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ നോക്കുമ്പോൾ തന്നെ കട്ര ടെമ്പിളൊക്കെ കാണാൻ പറ്റും. അതുവഴി നടന്നു പോകാനുള്ള വഴികളൊക്കെ ഇവിടെ തന്നെ കാണാൻ സാധിക്കും. നമുക്ക് പോകാനുള്ളത് ആ ഒരു ഡയറക്ഷനിലേക്കാണ്. ഈ ഒരു ഡയറക്ഷനിലേക്കാണ് ബനിഹാൽ ഡയറക്ഷനൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. ഗൈസ് നല്ല പണി കിട്ടി. 10 മണിക്ക് ഇവിടുന്ന് എടുക്കേണ്ട സർവോദയ സൂപ്പർ ഫാസ്റ്റ് 1 മണിക്കൂർ റീഷെഡ്യൂളാണ്. 11 മണിക്ക് ഇനി ഇവിടെ എടുക്കുള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ 2 മണിക്കൂർ ഇവിടെ പോസ്റ്റ്. സമയം ഇപ്പോൾ 10:28. നമ്മുടെ ട്രെയിൻ ഇതാ ഇവിടെ ഷണ്ട് ചെയ്ത് വരികയാണ്. സർവോദയ സൂപ്പർ ഫാസ്റ്റ് പ്ലാറ്റ്ഫോം നമ്പർ 5 നിന്നാണ് പുറപ്പെടുക. ഇവിടെ സർവോദയയിൽ കയറാൻ നല്ല ഇടിയും തിരക്കാണ് കേട്ടോ. നമുക്കെന്നാൽ മലയെ കയറാം, നല്ല തിരക്കാണ് ഇവിടെ. ഇവിടെ മുന്നിലുള്ള നെയിം ബോർഡിൻ്റെ ബാക്കിലായിട്ട് നല്ല മലനിരകളുണ്ട്. ഈ ഒരു നെയിം ബോർഡ് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ അവിടുന്ന് കുറേ ഹെലികോപ്റ്ററൊക്കെ പുറത്തോട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് കുറേ ഹെലികോപ്റ്റർ പോകുന്നുണ്ട്. അതെന്താണെന്ന് അറിയാം ഹെലികോപ്റ്റർ പോകുന്നത്? അതൊരു ഹെലികോപ്റ്റർ വരുന്നുണ്ട്, ഞാൻ കാണിച്ചതാ. ഈ ഹെലികോപ്റ്ററിൻ്റെ കാരണം എന്താ അറിയോ? ഇവിടുന്ന് വൈഷ്ണവ് ദേവി ടെമ്പിളിൻ്റെ ബീച്ചിലേക്ക് ട്രക്ക് ചെയ്ത് പോകാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഹെലികോപ്റ്ററിൻ്റെ കാര്യം. ട്രക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 5-6 മണിക്കൂറൊക്കെ ട്രക്ക് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് പോകണം. അതിന് പറ്റാത്തവർക്ക് ഈ ഹെലികോപ്റ്ററിൻ്റെ സൗകര്യമുണ്ട്. കാൺപൂർ ഷെഡിൻ്റെ 371-46 WP7 ആണ് നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് വരുന്നത്. ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ നെയിം ബോർഡ്. 4 വണ്ടിയായിട്ട് റേക്ക് ഷെയറിംഗ് ഉണ്ട്. ഈ ആദ്യം കാണുന്ന 124-71 SMVT കട്രയിൽ നിന്ന് ബാൻഡ്രയിലേക്ക് വരുന്ന സവരാജ് എക്സ്പ്രസ്. പിന്നെ അതുപോലെ തന്നെ 124-75 SMVT കട്രയിൽ നിന്ന് ഹപ്പയിലേക്ക് വന്ന ഹപ്പ എക്സ്പ്രസ്. പിന്നെ അതുപോലെ തന്നെ 124-73-74 ഞാൻ യാത്ര ചെയ്യുന്ന വണ്ടി SMVT ഗാന്ധിധാം സർവോദയ സൂപ്പർ ഫാസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ 124-77 SMVT ജാംനഗർ എക്സ്പ്രസ്. അങ്ങനെ 4 വണ്ടിയായിട്ട് റേക്ക് ഷെയറിംഗ് ഉണ്ട്. ഇനി ഈ ട്രെയിനിൻ്റെ കോച്ചുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ ഇതിൽ 4 ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. 2 മുന്നിൽ 2 പുറകിൽ. പിന്നെ ഒരു ഫുൾ ഫസ്റ്റ് AC കോച്ചുണ്ട്, 2 സെക്കൻഡ് AC കോച്ചുണ്ട്. പിന്നെ അതുപോലെ തന്നെ 4 തേർഡ് ACയും 2 തേർഡ് AC എക്കണോമിക് കോച്ച്. പിന്നെ അതുപോലെ തന്നെ സ്ലീപ്പർ ക്ലാസ് അത് 6 ഉണ്ട്. 6 സ്ലീപ്പർ ക്ലാസ്. ഞാൻ യാത്ര ചെയ്യുന്ന സ്ലീപ്പർ ക്ലാസ്സിലാണ്, അംബാല വരെ. സ്ലീപ്പറിൽ S1. ഇത് പാൻട്രി കാറാണ്. അതിൻ്റെ തൊട്ട് മുമ്പത്തെയാണ് S1. ഇതാണ് എൻ്റെ കോച്ച്. 48. ഈ ഒരു സ്ഥലത്താണ് എൻ്റെ സീറ്റ് 48. കട്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 11:03 ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്തത്. दर्शन करा, दर्शन कर माता जी ना। जरा तू कर ले। അപ്പോൾ SMVT കട്ര റെയിൽവേ സ്റ്റേഷനോടും കാശ്മീരിനോടും ബൈ ബൈ പറയുകയാണ്. റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെയുള്ള ഒരു പാലമാണിത്. ഇവിടുന്ന് കാണുന്നുള്ള ഒരു വ്യൂ ഒക്കെ. ഈ ഒരു റൂട്ട് ഭയങ്കര അടിപൊളിയാണ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ. ഇവിടുന്നുള്ള കാഴ്ച എങ്ങനെയാണ്? ഞാൻ കയറിയതില്ല, ചെറ്റവും അലമ്പും വൃത്തികെട്ട വണ്ടി തന്നെ ഇത്. പിന്നെ ഈ ബർത്ത് നോക്കിയോ ഒട്ടും വൃത്തിയല്ല. ഇത് ഇവിടെ നോക്കിക്കോ, ഈ പൊക്കുമ്പോൾ നോക്കിക്കോ. അല്ല ഇതൊന്നും ഇവിടെ പൊക്കി ഇങ്ങനെ ഇരിക്കാൻ വരെ പറ്റാത്ത അവസ്ഥയാണ്. ഇത്രക്കും വൃത്തികേടാ.
പിന്നെ അത് മാത്രമല്ല ബർത്ത് പൊക്കിയിട്ട് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ വരെ സംവിധാനം വരെ ഇല്ല. ട്രെയിൻ ഒരു ടണലിലേക്ക് കയറിയിരിക്കുകയാണ്. ഒരു ടണലിൽ കൂടി ഞാൻ ട്രെയിൻ പോകുന്നുള്ള ഈ റൂട്ടിൽ ടണലൊക്കെ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ. ട്രെയിൻ ഇതാ ഉധംപൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിൻ്റെ ആദ്യത്തെ ഹാൾട്ട് കട്ര വിട്ടതിന് ട്രെയിനിൻ്റെ ആദ്യത്തെ ഹാൾട്ട് ഉധംപൂർ. മാറ്റ ക്യാപ്റ്റൻ തുഷാർ മഹാചാൻ. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പേര് MCTM, അതിൻ്റെ ഫുൾ ഫോം. ട്രെയിൻ ഉധംപൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ശ്രീനഗർ പോകേണ്ടവർക്ക് ഇവിടെ ഇറങ്ങിയാൽ മതി. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ബസ് കിട്ടും ബനിഹാളിലേക്ക്. ബനിഹാളിൽ ശ്രീനഗറിലേക്ക് ട്രെയിൻ എടുക്കാം. ജമ്മു താവിൽ നിന്ന് ബനിഹാളിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ജമ്മു താവിൽ നിന്ന് ബനിഹാളിലേക്ക് വരുമ്പോൾ ആദ്യം റോഡ് നമ്മൾ ഉധംപൂർ എത്തി പിന്നെയും ബനിഹാളിലേക്ക് പോകുന്നത്. അപ്പം അത് കുറച്ചും കൂടി കിലോമീറ്റർ വൈസും ഹവർ വൈസും കൂടുതലാണ്. അപ്പോൾ ഉധംപൂർ എത്തിയിട്ട് ബനിഹാളിലേക്ക് പോകുന്നതാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് 2023 ചേഞ്ച് ആയിട്ടുണ്ട്. പണ്ട് ഉധംപൂറിനായിരുന്നു, ഇപ്പോൾ MCTM ഉധംപൂറിനായിരുന്നു. ഉധംപൂറിനാണ്. സമയം ഇപ്പോൾ 12:29. ട്രെയിൻ ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജമ്മു താവി. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് JAT എന്നാണ്. ഉധംപൂർ MCTM. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബനിഹാളിലേക്ക് പോകാൻ ബസ് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് സിമ്മും കിട്ടും പുറത്തുനിന്ന്. ജമ്മു തവി പ്ലാറ്റ്ഫോം ഇപ്പുറത്തെ ഭാഗത്താണ്. ന്യൂഡൽഹി ജമ്മു താവി രാജധാനി എക്സ്പ്രസ് ആണ് ഈ കാണുന്നത്. रास्ते अहमदाबाद को जाने वाली 1, 2, 4, 7, 4 श्री माता वैष्णो देवी कटरा अहमदाबाद सर्वोदय अहमदाबाद सुपरफास्ट प्लेटफॉर्म क्रमांक 2 पर आ चुकी है. നമ്മുടെ ട്രെയിന് 2019 ഉണ്ടാക്കിയതാണ്. 2019 ഉണ്ടാക്കിയെടുത്ത ഒരു കോച്ചിലാണ് ഞാൻ യാത്ര ചെയ്യുന്നുള്ളത്. S1 കത്വാണ് ട്രെയിൻ അഹമ്മദാബാദ് സർവോദയ സൂപ്പർ ഫാസ്റ്റ് ആണ് ഉണ്ടായത്. അതിന് കാരണം വേറൊന്നുമല്ല, ഈ വണ്ടി ഗാന്ധിധാമിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. വണ്ടിയിൽ അഹമ്മദാബാദിലാണ് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അനൗൺസ്മെന്റ് ഇപ്പോഴും അഹമ്മദാബാദ് തന്നെ ഉണ്ട്. നമ്മളങ്ങനെ പഞ്ചാബിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പഞ്ചാബിലെ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായ പത്താൻകോട്ട് കണ്ടോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. 1979 മെയ് 2 ഈ വണ്ടി ആദ്യമായി ഓടിത്തുടങ്ങിയത്. ആ സമയത്ത് ഇത് ഉധംപൂർ വരെയായിരുന്നു. പിന്നീട് ഇത് 2015 ഉധംപൂരിൽ നിന്ന് കട്രയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. പിന്നെ ഈ വണ്ടിയുടെ പേരുണ്ടല്ലോ സർവോദയ, അതൊരു സംസ്കൃത പദമാണ്. അതായത് സർവ് എന്ന് പറഞ്ഞാൽ എല്ലാം, ഉദയ് എന്ന് പറഞ്ഞാൽ ഉയർന്ന,
അപ്പോൾ അത് രണ്ട് കൂട്ടിച്ചേർത്ത ഒരു വേർഡാണ് സർവോദയ എന്നുള്ളത്. അപ്പോൾ ആ ഒരു പേരാണ് ഈ ഒരു വണ്ടിക്ക് നൽകിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മീനിങ്ങിൻ്റെ അകത്ത് തന്നെ വേറെ കുറേ ഡെഫിനേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്, കുറേ ചരിത്രമാണ് അതൊക്കെ. അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ പോകുന്നില്ല, ചരിത്രം എന്നൊക്കെ അത്ര വലുതായിട്ടൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടുന്ന് ഡിപ്പാർട്ട് ചെയ്തിട്ട് ഹോൺ അടിച്ചു. ട്രെയിൻ ഒരു പാലത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കറവിലാണ് ഇപ്പോൾ ട്രെയിനുള്ളത്. നമ്മുടെ വണ്ടിയുടെ ലോക്ക് അങ്ങ് മുന്നിൽ കാണാം. ഇവിടെയൊക്കെ മൊത്തം വർക്കാണ്, അതുകൊണ്ടാണ് പയ്യെ പോകുന്നത്. ട്രെയിൻ ഇപ്പോൾ ചെറുതായിട്ടൊരു കയറ്റം കയറിയാൽ പോകുന്നുള്ളത്. അത് ട്രെയിനിൻ്റെ അകത്തിട്ട് തന്നെ മനസ്സിലാക്കാൻ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ട്രെയിൻ ഇപ്പോൾ ചൊലാങ്ക് എന്ന് പറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് നിർത്തിയിട്ടിരിക്കുകയാണ്. ഇത് ഇവിടത്തേക്ക് ഒരു വണ്ടി വരുന്നത്. സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ്, പ്ലാറ്റ്ഫോമൊന്നും ഇല്ലേ ഇല്ല. ഇവിടെ ചെറിയ രീതിക്ക് എന്താ നല്ല രീതിക്ക് തന്നെ കയറണം, ചാടി തന്നെ കയറണം. കണ്ടിട്ടൊരു കുഞ്ഞു സ്റ്റേഷനാണെന്ന് തോന്നുന്നു. ഇവിടെ ജസ്റ്റ് എന്തോ ഒരു ആവശ്യത്തിനൊരു സിഗ്നൽ കിട്ടി നിർത്തിയാ. ട്രെയിൻ ഇവിടുന്ന് എടുത്തു, ഈ ഒരു സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തുട്ടാ. ഈ ഭാഗത്ത് ഹൈവേയും തന്നെ ഈ ഭാഗത്ത് മൊത്തം കൃഷിപ്പാടങ്ങളാണ്. വീണ്ടും സ്ലോ ചെയ്തിട്ടാണ് ട്രെയിൻ.
ട്രെയിൻ ജലന്ധർ കണ്ടോൺമെന്റ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ലൈന് ജലന്ധർ സിറ്റി ജംഗ്ഷൻ എന്ന് വരുന്ന ലൈനാണ്. ജലന്ധർ സിറ്റി ഭാഗത്തേക്ക് പോകുന്ന ഒരു ലൈനാണിത്. നമ്മൾ നേരെ പത്താക്കോട്ട് പോയി കയറുകയാണ്. ഇവിടെ 3:20 എത്തേണ്ട വണ്ടിയാണ്. ഇപ്പൊ സമയം 3:59, 4 മണിയായി. പ്ലാറ്റ്ഫോം അപ്പുറത്തെ സൈഡാ. ട്രെയിനാണ് ജലന്ധർ കണ്ടോൺമെന്റ് ജംഗ്ഷനിലേക്ക് എത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ തന്നെ ഉണ്ട് നമ്മളെ വണ്ടി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ റൂഫിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ നല്ല രീതിയിലുള്ള റിനോവേഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അങ്ങ് അവിടെ ലിഫ്റ്റിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ട്രെയിന് 10 മിനിറ്റാണ് ഹോൾട്ട് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇനി ഇവിടുന്ന് റൈറ്റ് അടിച്ച് നേരെ ലുധിയാന ഭാഗത്തേക്ക് പോകും. അതുപോലെ തന്നെ ഇവിടെ ജംഗ്ഷൻ വരാൻ കാരണം ഇപ്പം നമ്മൾ കണ്ടൊരു ലൈൻ ഉണ്ടല്ലോ, ജലന്ധർ സിറ്റി ജംഗ്ഷനിലേക്ക് പോകുന്ന ആ ഒരു ഭാഗവും, പിന്നെ നമ്മൾ പോകാൻ പോകുന്ന ലുധിയാന ഭാഗം, പിന്നെ നമ്മൾ ഉദംപൂർ എന്ന് പറഞ്ഞൊരു ഭാഗം, പിന്നെ ഇവിടുന്ന് ഹൊസിയാർപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടത്തേക്ക് ഒരു ഡൈവേർഷൻ വരുന്നുണ്ട്. അങ്ങനെ 4 റൂട്ടുകൾ പോകുന്നുണ്ട് ഈ ലുധിയാന ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ. ജലന്ധർ കണ്ടോൺമെന്റ് ജംഗ്ഷനിൽ ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്തിട്ടാ. ട്രെയിനിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിൻ്റെ അകത്തെ കാഴ്ചയാണ്. വലിയ റഷും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ടി നേരത്തെ ജനറൽ ടിക്കറ്റ് ആറിൽ ഓടിച്ചോട്ട്. സമയം 5 മണി. ട്രെയിൻ ഇതാ ലുധിയാന ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 4:20 എത്തിയിട്ട് 4:30 എടുക്കുന്ന വണ്ടിയാണ്. 40 മിനിറ്റോളം ട്രെയിൻ ഡിലേ ആണ്. ഇവിടെ നിന്ന് 10 മിനിറ്റ് ഹാൾട്ട് ചെയ്തിട്ട് മാത്രമേ ട്രെയിൻ ഇവിടുന്ന് എടുക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ലുധിയാന ജംഗ്ഷനാവാനുള്ള കാരണം ഇന്നിപ്പോൾ നമ്മൾ വന്ന ലൈന്, ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന ഒരു അംബാല കണ്ടോൺമെൻറ്റ് ലൈന്, പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് റൈറ്റ് അടിച്ച് ഫിറോസ്പൂർ കണ്ടോൺമെൻറ്റിലേക്കും ഒരു ലൈൻ പോകുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ ജംഗ്ഷൻ വന്നത്. ഇവിടെ 3 ലൈനുകൾ തിരിഞ്ഞ് പോകുന്നുണ്ട്. ലുധിയാനയിൽ നിന്ന് ട്രെയിൻ എടുത്തു ലുധിയാന ജംഗ്ഷനിൽ നിന്ന്. ഡീസൽ ലോക്കോമോട്ടീവ് ഏറ്റവും പവർഫുൾ ലോക്കോമോട്ടീവായ WDG 4G ആണ് ഈ ഒരു ഫ്രൈറ്ററിൻ്റെ മുന്നിലുള്ളത്. ട്വിൻസ് ലുധിയാന ജംഗ്ഷൻ അടുത്തതാണ് നമുക്കിറങ്ങാനുള്ള അംബാല. ഈ ലുധിയാന ജംഗ്ഷന് ഇതുപോലത്തെ ഒരുപാട് കിടിലൻ ആൽക്കോ ലോക്കോമോട്ടീവ് ഉണ്ട്.
ഫിറോസ്പൂർ കണ്ടോൺമെന്റിലേക്ക് പോകാനുള്ള ലൈനാണ് കാണുന്നത്, ആ ഒരു ഡൈവേഷൻ. ലുധിയാന ഫിറോസ്പൂർ കണ്ടോൺമെന്റ് ലൈൻ. ഗൈസ് അമ്പലത്തി. ഈ കാണുന്നത് അമ്പലയാടാണ്. അമ്പലയാട്. പിന്നെ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ അമ്പല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നതായിരിക്കും നമ്മൾ. ഇതെന്താ പരിപാടി? നമ്മൾ ഔട്ടറിൽ എടുത്തിട്ട് വേറെ ഏതാ വണ്ടീനെ ഉള്ളിലേക്ക് പിടിച്ചിട്ട് ഓവർടേക്ക് ഇട്ടതല്ലേ. ഇതിനെ സ്റ്റേഷനിലേക്ക് കയറ്റി, നമ്മളെ പുറത്തിട്ടി. ഇതടുത്തേക്ക് ഒരു WDG 4Gയിലൊരു ഫ്ലൈറ്റർ ആയിരുന്നു. കറക്റ്റ് ട്രാക്ടറിൻ്റെ അതേ സൗണ്ട് ഇട്ടാ. ഇതൊക്കെ ഒരു ഭാഗത്ത് ഇഷ്ടം പോലെ ഉണ്ട് ഈ സംഭവമൊക്കെ. ഡീസൽ ലോക്കോയിൽ ഏറ്റവും പവർഫുൾ ലോക്കോമോട്ടീവായത്. തോണ്ടായിരുന്നു അടുത്ത വണ്ടി. ഇവിടെ 6:30 ഇവിടെ ഔട്ടറിൽ നിൽക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ സമയം 7:25. ഏകദേശം 55 മിനിറ്റ് ഇവിടെ നിർത്തിയിട്ടാ. എന്താണിതൊരു പിടുത്തവും ഇല്ലല്ലോ. ഇത് അടുത്ത ഓവർടേക്ക് വരുന്നുണ്ട്. ഓ, ഇതൊരു ഫ്രൈറ്ററാണ്. WDG 4Gയിൽ വരുന്നത്. ഇത് ഫ്രൈറ്റർ അല്ല, ഇത് ക്ലാസ് ലോക്കോമോട്ടീവ്. ടോസ്റ്റർ ആണോ, WDP ആണോ? അടിപൊളി ഡീസൽ ലോക്കോമോട്ടീവ് ആണല്ലോ ഇത്. ഇതേതാ വണ്ടി? അടുത്ത വണ്ടി വന്ന് കലക്ക ന്യൂഡൽഹി ശതാബ്ദി എക്സ്പ്രസ്. ഏത് കാലത്ത് നമ്മൾ വേണ്ടി എടുക്കുമെന്ന് അറിയില്ല. ഇപ്പൊ എന്നാ പാസഞ്ചറിനടക്കം കയറ്റി വിട്ടിട്ടാ. സമയം ഇപ്പൊ 7:41. അങ്ങനെ 6:30 വന്ന വണ്ടി 7:51 ഇവിടുന്ന് എടുത്ത് ശതാബ്ദിനെ തേച്ച് അതിവിടെ നിർത്തി. അംബാല സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അംബാല കണ്ടോൺമെന്റ് ജംഗ്ഷൻ. तल्ले Bala Cantonment Junction.
പ്ലാറ്റ്ഫോം നമ്പർ 3ലേക്കാണ് നമ്മൾ വണ്ടി വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്ക് ശതാബ്ദി വന്നു കഴിഞ്ഞു. പിന്നെ ഇന്ന് കട്ടറിന് 455 കിലോമീറ്റർ കവർ ആയിട്ടാണ് ഇവിടത്തേക്ക് എത്തിയത്. പിന്നെ അതുപോലെ തന്നെ സ്ലീപ്പർ ക്ലാസ് ഞങ്ങൾക്ക് ഫെയർ 305 രൂപയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ നല്ല രീതിയിലുള്ള തണുപ്പ് വരുന്നുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇപ്പം ഇതാണ് അമ്പാല കണ്ടോൺമെൻറ്റ് ജംഗ്ഷൻ്റെ മെയിൻ എൻട്രൻസ്, മെയിൻ പ്ലാറ്റ്ഫോം ഒക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ഇന്ന് കട്ടറിന് രാവിലെ 11 മണിക്ക് തുടങ്ങിയ യാത്രയാണിത്. ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇപ്പോൾ നല്ല തണുപ്പുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ട്രെയിനിലത്തെ പാൻട്രി ഫുഡ് ഞാൻ പരമാവധി ഒഴിവാക്കി തന്നെയാണ്. കാരണം അതിൽ വൃത്തി ഒട്ടുമില്ല, പാൻട്രി കാണുമ്പോൾ അതിലൊന്നും കഴിക്കാവുന്നില്ല. അതുകൊണ്ട് ഇന്ന് വേറൊരു ചായ അല്ലാതെ വേറെ ഒന്നും വാങ്ങിയിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നല്ലൊരു ഹോട്ടലിൽ പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. അങ്ങോട്ടേക്കാണ് അമ്പാള ടൗണൊക്കെ വരുന്നത്. പിന്നെ ഫോഗ കാരണം ഒന്നും വിസിബിൾ അല്ല. പിന്നെ ഇവിടെ ഒരു പാൻസർ, അതാ ഇതൊരു ആർമി ബേസ്ഡ് റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് ഇവിടെ പാൻസറൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു പഴയ കാലത്തെ ഒരു നാരോ ഗേജ് ലോക്കോമോട്ടീവും കൂടിയുണ്ട്. അപ്പോൾ അവിടെ മുന്നിൽ കാണുന്ന അമ്പാല കണ്ടോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷൻ. അമ്പാലയിലെ രാത്രിത്തെ കാഴ്ച ഇങ്ങനെയാണ്. പിന്നെ അവിടെ നല്ല ഹോട്ടലുണ്ട്. അവിടെ എവിടെയും കയറ്റി നല്ല ഹോട്ടലിൽ കയറ്റി ഫുഡ് കഴിക്കണം. അപ്പോൾ രാത്രി ഇങ്ങനെയാണ്, അത്യാവശ്യം റോഡൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം റോഡ് ക്രോസ് ചെയ്ത് പോകണം. എനിക്കിപ്പോൾ തണുത്തിട്ടൊന്നും പറയാൻ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് തണുപ്പ് വരുമ്പോൾ പ്രീത്തയെല്ലാം ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ടൊരു താലി പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അത് പറഞ്ഞിട്ട് അത് കഴിക്കണം. ഇവിടുന്ന് മദ്യപിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല തോന്നുന്നത്. ഇവിടെ മുന്നിലൊക്കെ ഒരാൾ മദ്യപിക്കുകയാണ്. പിന്നെ അപ്പുറത്ത് സിഗരറ്റ് വലിയും മദ്യപിക്കുക എല്ലാം ഉണ്ട്. അപ്പോൾ 2 റൊട്ടിയും പിന്നെ ഒരു ചെറുപയർ കറിയും പിന്നെ ഒരു കടലക്കറിയും പിന്നെ ഇതെന്തോ ഒരു സാലഡും ഉണ്ട്. ഇത് കഴിക്കാൻ നമുക്ക് ഇന്ന് രാത്രിക്ക്. അങ്ങ് അവിടെ കാണുന്ന ആ ഒരു ഹോട്ടലിൽ നിന്നാണ് ഞാൻ ഫുഡൊക്കെ കഴിച്ചു വന്നത്. ഇനിയിപ്പോൾ നേരെ സ്റ്റേഷൻ്റെ അകത്തോട്ട് പോയി വീഡിയോ അതിൻ്റെ പോയാം. ഫുഡൊക്കെ കഴിച്ചു വരും കേട്ടോ. 80 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. കഴിച്ചാൽ നല്ല, ഈ ട്രിപ്പ് തുടങ്ങിയിട്ട് ഞാൻ കഴിച്ച നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ല വേർത്തിയാണ്. 5 റൊട്ടിയും കിട്ടിയായിരുന്നു. പിന്നെ ഇവിടുത്തെ തണുപ്പ് നല്ല അടിപൊളി കേട്ടോ. ഇന്നാണ് ഒരു ഷിവറിങ് കണക്കൊരു ഫീലിംഗ് വരുന്നത്. ഷിവർ ചെയ്യുന്നവർക്കൊരു ഫീലിംഗ് ഇന്നാണ് വരുന്നത്. കാരണം കാശ്മീരൊക്കെ ആണെങ്കിൽ സ്നോഫാൾ ഉണ്ടായ കാരണം ആ ഒരു തണുപ്പ് കുറച്ച് കുറഞ്ഞു കിട്ടും. നല്ല തണുപ്പുണ്ട്, പക്ഷേ സ്നോഫാൾ ഉണ്ടാകുമ്പോൾ തണുപ്പ് കുറച്ച് കുറഞ്ഞു കിട്ടും. നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു തണുപ്പായിരിക്കും. പക്ഷേ ഇന്നത്തെ ഈ തണുപ്പ് വെച്ചെങ്കിൽ വേറെ ഒരുമാതിരി തണുപ്പാട്ടോ. അപ്പോൾ കട്ടറിന് ഇവിടത്തേക്കുള്ള ഒരു വീഡിയോ, സർവോദയ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ട്രെയിനൊക്കെ അടിപൊളി ട്രെയിനാണ് കേട്ടോ. നല്ല സൂപ്പർ ഫാസ്റ്റ് സ്പീഡ്, നല്ല സ്പീഡിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതിലേക്കും ബൈ.